പന്തിച്ചുഴി കണ്ടപ്പോഴൊക്കെ പരിചക്ക് വെട്ടിമാറിയത് തിരിച്ചറിയാനുള്ള പഠിപ്പ് പോലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്? ഇപ്പോൾ ONV സാറ് കവിതകളാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ സംഭാഷണം കവിത പോലെ എഴുതുന്ന ഒരാളാണ് MT സാർ. വേറെ പല പീരിയോഡിക് മൂവീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഇതെന്തെങ്ങനെ, കാരണം ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഈ ബെഞ്ച് മാർക്കിന് മേലോട്ടേക്ക് ഇതുവരെ വേറൊരു സാധനം വന്നിട്ടുണ്ടെന്ന് ഐ ഡോണ്ട് ബിലീവ്. MT സാറിൻ്റെ ഡയലോഗ്സ് ഏറ്റവും നന്നായിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത് MT സാറിന് കാണാൻ ആഗ്രഹം മമ്മൂക്കയിലൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. MT സാർ പറഞ്ഞ കാര്യമാണ്. ഏതൊരു സ്ലാങ് ആയാലും അല്ലെങ്കിൽ ഏതൊരു ഡയലോഗ്സ് ആയാലും അദ്ദേഹം അതിനെ ഫോം ചെയ്യുന്നത് ഭയങ്കര രസമായിരിക്കും. മമ്മൂക്ക അല്ലാതെ വേറൊരാളെ നമുക്ക് ചന്തുവായിട്ട് ആലോചിക്കാൻ പറ്റില്ല. മമ്മൂക്കയുടെ ഗംഭീരമായ ശബ്ദത്തിൽ ആ വോയിസ് ഓവറിലാണ് എൻ്റെ വിഷ്വൽ മുഴുവൻ. ഞാൻ അപ്പോഴും ഇപ്പോഴും വിശ്വസിക്കുന്നത് അതാണ് എൻ്റെ ക്യാരക്ടറിനെ അത്രയും ഹൈ ആക്കിയത്. 36 കൊല്ലങ്ങൾക്ക് ശേഷം ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. 36 വർഷങ്ങൾക്ക് ശേഷം ഒരു വടക്കൻ വീരഗാഥ വീണ്ടും പ്രേക്ഷകരിൽ എത്തുകയാണ്. പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ കഥാപാത്രങ്ങളുടെ കുട്ടിക്കാലം അവതരിപ്പിച്ച 3 പേരാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിനിതേട്ട, ജോമോൾ, ബിയോൺ, സ്വാഗതം. നമുക്കെല്ലാം ഈ കറ പറ്റാത്ത ഒരു പഴയ ഫോട്ടോ കിട്ടുമെന്നതിന് വളരെ സന്തോഷമാണ്. സത്യത്തിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം ഒരു അനശ്വര ചിത്രത്തിൽ ഒരു കുട്ടിക്കാലം അവതരിപ്പിക്കുക, അത് എപ്പോൾ വേണമെങ്കിലും കാണാൻ പറ്റുകയെന്ന് പറയുന്നത്. വീണ്ടും റിലീസിന് സിനിമ വരികയാണ്. നിങ്ങൾ എത്രത്തോളം എക്സൈറ്റഡ് ആണ്? ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. പ്രത്യേകിച്ച് കാരണം അന്ന് നമ്മൾ സിനിമയിൽ അഭിനയിച്ചു, സിനിമ റിലീസായി, ആ കണ്ടതോ ആ എക്സ്പീരിയൻസോ ഒന്നും അറിയില്ല. പിന്നീട് TV-യിൽ കാണും എന്നല്ലാതെ അതും കുറച്ചു കാലം കണ്ടിട്ടില്ല. ഈ അടുത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പം ആ പടം വീണ്ടും റിലീസ് തിയേറ്ററിൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മക്കളായിട്ട് ഞങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു ടൈമാണിത്. ശരിക്കും ഇത് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കാണുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ഐ ഡോണ്ട് റിമെമ്പർ സീയിങ് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ്. അപ്പോൾ ഇത് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അത് റിലീസായിട്ട് തിയേറ്ററിൽ ഒന്നും കൂടി ഫുൾ ബിഗ് സ്ക്രീനിൽ, അത് പുതിയ ടെക്നോളജിക്ക് യൂസ് ചെയ്ത് റീമാസ്റ്റർ ചെയ്ത് 36 കൊല്ലം എന്ന് വെച്ചാൽ ലോങ് ടൈം അല്ലേ. അപ്പോൾ അത് തിയേറ്ററിൽ നമ്മളെ ചെയ്ത പടം, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ട്. ആദ്യമായിട്ടാണ് തിയേറ്ററിൽ കണ്ട ഓർമ്മയില്ല. അപ്പം എനിക്ക് ദേവദൂതൻ ഇറങ്ങിയപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാൾ വലിയൊരു പ്രേക്ഷകർ അത്രയും മാത്രം അതിനെ റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നും നമ്മൾ തിയേറ്ററിൽ ചെന്ന് കാണുമ്പോൾ ഇപ്പോഴത്തെ ടെക്നോളജി ഉണ്ടല്ലോ, സൗണ്ട് അറ്റ്മോസിലേക്ക് ഇപ്പോൾ 4K മാസ്റ്റർ ചെയ്തിട്ട് വരുമ്പോൾ അന്ന് നമ്മൾ കണ്ട കളേഴ്സായി ആയിരുന്നില്ല നമ്മൾ ഇപ്പോൾ കണ്ടത്. അത്രമാത്രം എൻഹാൻസ്ഡ് ആയിരുന്നു അതിൻ്റെ ഓരോ വിഷ്വലും സൗണ്ടും. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതേപോലെ അത്രയും വലിയൊരു സ്പെക്ട്രം ഉള്ളൊരു സിനിമയാണ് ഒരു വടക്കൻ വീരഗാഥ. പിന്നെ അതൊരു ക്ലാസിക്കാണ് എല്ലാ കാലത്തും നമുക്ക്. കാരണം വടക്കൻ പാട്ടുകളെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ഞാൻ ഹരിയൻ സാർ പറഞ്ഞത് ഞാൻ കേട്ടത്, പ്രേംനസീർ സാറാണ് ഹരിയൻ സാറിൻ്റെ അടുത്ത് ആദ്യം ഇങ്ങനെ ഒരു വടക്കൻ പാട്ടിനെ ബേസ് ചെയ്തിട്ട് ഒരു സിനിമ ചെയ്യാൻ പറയുന്നത്. അങ്ങനെ ഉദയയിൽ അതിന് മുമ്പ് ചെയ്ത എല്ലാ പടങ്ങളും ഹരിയൻ സാറിന് വേണ്ടി മാത്രം അവർ കാണിച്ചു കൊടുക്കുകയും അത് കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് MT സാറിൻ്റെ അടുത്ത് പറഞ്ഞ് പിന്നെ കാലങ്ങൾക്ക് ശേഷമാണ് ഇത് സിനിമയായിട്ട് വരുന്നത്. അപ്പോൾ വടക്കൻ പാട്ടുകളെ ബേസ് ചെയ്തിട്ടുണ്ടായ സിനിമകളിലെ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് വടക്കൻ വീരഗാഥ. അപ്പോൾ അത് ഇന്നത്തെ ജനറേഷന് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്, നമ്മളതിൻ്റെ പാർട്ടായതുകൊണ്ട് തന്നെ അതിൽ നമ്മൾ പ്രൗഡാണ്, അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ബട്ട് പുതിയ ജനറേഷൻ അത് ആരും കണ്ടിട്ടില്ല ഈ സിനിമ. എത്രയോ പേര് എനിക്ക് തോന്നുന്നത് സിനിമയെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. കണ്ട ആളുകൾക്ക് ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യുക. എപ്പോഴും സിനിമ 2 എക്സ്പീരിയൻസ് തന്നെയാണത്. നമ്മളൊരു സിസ്റ്റത്തിൽ കാണുന്ന അല്ലെങ്കിൽ ഒരു TV-യിൽ കാണുന്നതും ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് തിയേറ്ററിന് അകത്തുനിന്ന് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് രണ്ടാണല്ലോ. അപ്പോൾ ആ രീതിയിൽ നമുക്കിത് വീണ്ടും പ്രസൻറ്റ് ചെയ്യാൻ ഒരു അനുഗ്രഹമാണ് നമുക്ക് വീണ്ടും, അല്ലേ? എത്ര പേർക്ക് നമുക്ക് ഇതേപോലെ സിനിമകൾ, കാരണം അതിന് കൃത്യമായിട്ടുള്ള കോപ്പി വേണം, അതിന് കൃത്യമായിട്ടുള്ള എല്ലാ ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നമ്മുടെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റൂ. ഫയൽ കൃത്യമായിട്ട് വേണം. അപ്പോൾ അതെല്ലാം വടക്കൻ വീരഗാഥയും അതേപോലെ, കാരണം ദേവദൂതനും അതേപോലെ ആയിരുന്നു, അങ്ങനെ സൂക്ഷിച്ചു വെക്കപ്പെട്ടത് കൊണ്ടാണ് അത് നമുക്ക് പറ്റിയത്. അതുപോലെ വടക്കൻ വീരഗാഥയും വരികയാണ്. അപ്പോൾ അത് ഞാൻ ഇവർ പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇത് തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്യണം. അന്ന് ഞാൻ എൻ്റെ ഓർമ്മയിൽ കണ്ണൂരിൽ കവിതാ തിയേറ്ററിലാണ് ഈ സിനിമ വടക്കൻ വീരഗാഥ വന്നത്. അപ്പോൾ അന്ന് ഞാൻ 2-3 തവണ അന്ന് പോയിട്ട് കണ്ടിട്ടുണ്ട് ഫാമിലിയുടെ കൂടെയും ഇതൊക്കെ. പക്ഷേ അന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ കുട്ടിക്കാലത്ത് നമുക്ക് വലുത് എന്ന് തോന്നിയത് നമ്മൾ വലുതായിട്ട് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ട് തോന്നും. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ട ഒരു പേഴ്സ്പെക്റ്റീവേ ആയിരിക്കില്ല. അപ്പോൾ ആ രീതിയിൽ തിയേറ്ററിൽ അന്ന് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതിൽ നിന്നും വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ദേവദൂതൻ കണ്ടപ്പോൾ കിട്ടിയത്. അപ്പോൾ അതുപോലെ ഞാൻ വെയിറ്റിംഗ് ആണ് ഇപ്പോൾ വടക്കൻ വീരഗാഥ തിയേറ്ററിൽ എല്ലാവരും കൂടി ഇരുന്ന് കാണുക. മാത്രമല്ല നമ്മുടെയൊക്കെ വിഷനും ഒക്കെ നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ട്
ഒരുപാട് ലൈഫും ഒക്കെ മാറി. അപ്പോൾ ഈ സമയത്ത് അത് വീണ്ടും അതൊരു വലിയ അനുഗ്രഹമായിട്ട് വിചാരിക്കും. അനുഗ്രഹമാണ്. ഇപ്പം 5-6 വയസ്സൊക്കെ ഉള്ള സമയത്താണല്ലോ ഈ സിനിമ റിലീസാവുന്നത്. ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമാണെന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയത്താണ് നിങ്ങളുടെ ഈ സിനിമയുടെ ഭാഗമാവുന്നത്. അതിപ്പം റിലീസിന് ഒരുങ്ങുന്ന ഒരുപാട് അവാർഡുകൾ തേടി വന്ന ഒരു ചിത്രം. എപ്പോഴാണ് നിങ്ങൾ ഇത് ഇത്ര വലിയൊരു സിനിമയുടെ ഭാഗമായിരുന്നു ഞങ്ങളെന്ന് ഒന്ന് ചിന്തിച്ചു തുടങ്ങിയത് എപ്പോഴായിരുന്നു? ഞാൻ ആക്ച്വലി എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു ആ സിനിമയിൽ. അപ്പോൾ ഞാൻ മമ്മൂക്കേനെ അതിന് മുമ്പ് ദൂരത്തുനിന്ന് കണ്ടതേ ഉള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ് അവാർഡിന് അവിടെ ചെന്ന് ഇരിക്കുമ്പോഴാണ് സ്റ്റേറ്റ് അവാർഡിൻ്റെ വേദിയിൽ അവിടെ അനൗൺസ് ചെയ്യുമ്പോഴാണ് തിലകൻ സാറ്, MT സാറ്, അങ്ങനെ എല്ലാവർക്കും, തിലകൻ ചേട്ടൻ അന്ന് കിരീടത്തിനായിരുന്നു അവാർഡ്, പിന്നെ ഉർവേശ് ചേച്ചി, ചിത്ര ചേച്ചി, അങ്ങനെ വലിയ ആളുകളെല്ലാം ഇരിക്കുന്ന ഒരു വേദിയിലേക്ക് ഞാനന്ന് ചെറിയ പ്രായമല്ലേ, എന്നെ കൊണ്ട് ഇരുത്തിയപ്പോഴാണ് ഞാൻ ഏതോ ഒരു വലിയൊരു സംഭവത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടാകുന്നത്. എനിക്കപ്പോഴും അറിയില്ലായിരുന്നു എങ്ങനെയാണ് എനിക്ക് അങ്ങനെ ഒരു അവാർഡ് കിട്ടിയത്, കാരണം ഞാൻ എന്താണ് അതിനകത്ത് അഭിനയിച്ചത് കൊണ്ട്, എന്താണ് ഞാൻ അതിനകത്ത് ചെയ്തതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ഞാൻ നോക്കിയൊരു കാര്യം, ഞാൻ അതിനകത്ത് ഒരു ഡയലോഗും പറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ സീൻ കാണിക്കുമ്പോഴൊക്കെയും പിറകിൽ മമ്മൂക്കയുടെ ഘനഗംഭീരമായ ശബ്ദത്തിൽ MT സാറിൻ്റെ മനോഹരമായിട്ടുള്ള ഡയലോഗ്സാണ് അതിൻ്റെ മുകളിൽ കിടക്കുന്നത്. ആ വോയിസ് ഓവറിലാണ് എൻ്റെ വിഷ്വൽ മുഴുവൻ. അപ്പോൾ ഞാൻ ഒട്ടും ഇതില്ലാതെ പറയാണ്, ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അതാണ് എൻ്റെ ക്യാരക്ടറിനെ അത്രയും ഹൈ ആക്കിയത്, അല്ലെങ്കിൽ ആസ് എ പെർഫോമർ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നോട്ടീസ് ചെയ്യപ്പെടാൻ കാരണം ഇതാണ്. അത് ഹരിഹരൻ സാറ് കൃത്യമായിട്ട് മോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങളുടെയൊക്കെ ആ പ്രായത്തിൽ ഒരു ക്യാരക്ടറിനെ ഉൾക്കൊണ്ട് അല്ലെ അതിനെ ഇന്റേണലൈസ് ചെയ്ത് അഭിനയിക്കാനൊന്നും അറിയുന്ന പ്രായമല്ലല്ലോ. അപ്പം നമ്മളെ കൃത്യമായിട്ട് നമുക്കൊരു ഇൻഫർമേഷൻ ഫീഡ് ചെയ്ത് കിട്ടണം. അപ്പോൾ അത് ഹരിഹരൻ സാർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് തന്നിരുന്നു. അപ്പോൾ അത് ഫസ്റ്റ് ടേക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ക്ലാപ്പ് ചെയ്യുകയും ഹരിഹരൻ സാർ വെരി ഗുഡ് എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഓണായി. കൊള്ളാം, ഇത് എവിടെയോ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആവുന്നുണ്ട്. നമുക്കറിയില്ല അതിനു മുമ്പ് നമ്മുടെ പെർഫോമൻസ് കറക്റ്റ് ആണോ, പക്ഷേ അത് വർക്കായി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതിൻ്റെ ഈ വലിയ സിനിമയുടെ ഭാഗമാണെന്ന് അറിഞ്ഞത് അന്ന് അവാർഡ് കിട്ടിയപ്പോഴാണ്. ഓക്കെ, ഞാനൊരു വലിയ കാരണം അന്ന് നമുക്ക് കുറേ സ്വീകരണം ഉണ്ടാകുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ എന്തിൻ്റെയോ ഒരു ഭാഗമായി എന്നല്ലാതെ സിനിമയുടെ വലിപ്പം അറിഞ്ഞത് പിന്നെ കുറച്ചുകൂടെ വളർന്ന് അല്ലേ, നമ്മൾ സിനിമയെക്കുറിച്ചൊക്കെ കൂടുതൽ കാണാനും, ആരാണ് MT സാർ, ആരാണ് ഹരിഹരൻ സാർ, ആരാണ് മമ്മൂക്ക എന്നുള്ളതിൻ്റെ ആ ഒരു വലിപ്പം അന്ന് നമുക്ക് അറിയുന്നില്ലല്ലോ. ജോമോളൊക്കെ എല്ലാവരെയും MT സാർ, ഓ ഹരിഹരൻ സാർ, ഓ ആറ്റിറ്റ്യൂഡായിരുന്നു. കാരണം ഞങ്ങൾ ഇന്ന് മുഴുവൻ ജോമോളെ റോസ്റ്റ് ചെയ്ത് നമുക്ക് വയ്യാണ്ടായി. നമുക്ക് കൊടുത്താൽ കൊല്ലത്തം കിട്ടുന്ന പറയത്തില്ലേ, കർമ്മ ഒക്കെ പറഞ്ഞ പോലെ 36 കൊല്ലങ്ങൾക്ക് ശേഷം എല്ലാവരും കൂടെ എന്നെ എയറിലാക്കി വെളിപ്പെടുത്തലുകളായിരുന്നു. അതും ഓൺ എയർ ആണ് പോയത്. അന്ന് ഞാൻ ആരും അറിയാതെ ഡിസ്ക്രീറ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങൾ പക്ഷേ അത് അവസാനമായപ്പോഴേക്കാണ് ഇപ്പൊ സമ്മതിച്ചു തുടങ്ങുന്നത്. ഞാൻ ഡിസ്ക്രീറ്റ് ആയിട്ട് ചെയ്ത കാര്യങ്ങളായിരുന്നു. തുടക്കത്തിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്തോ എന്നൊക്കെയാ പറഞ്ഞോണ്ട് ഇപ്പൊ ഏകദേശം സമ്മതിച്ചു തുടങ്ങി. ആരോഗ്യമില്ല, ഡിഫെൻഡ് ചെയ്യാൻ വയ്യ, രാവിലെ തൊട്ട് തുടങ്ങിയതാ. അപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങളും ഈ പറഞ്ഞ വലുതായതിനു ശേഷമാണ് ഈ ഒരു ഇത്രയും വലിയൊരു സിനിമയുടെ ഭാഗമായിരുന്നു ചിന്തിച്ചു. അതെ, ഒരു ഇത് TV വന്ന സമയത്ത് ഞാൻ ഏതൊരു സെറ്റിലുള്ള സമയത്ത് അവിടെ നിന്ന് ആ ഒരു വീട്ടിൽ ഷൂട്ട് നടക്കണം. അപ്പോൾ അവിടെ ഉച്ചയ്ക്ക് ഈ പടം സ്ക്രീൻ ചെയ്യുന്നതായിരുന്നു. ചാനൽ അപ്പോൾ അവിടുത്തെ പിള്ളേരും കാര്യങ്ങളും അവിടുത്തെ പഴയ അമ്മമാരും എല്ലാവരും ഇരുന്ന് കാണുന്ന സമയത്ത് അവരുടെ കൂടെ ഞാൻ ഇരുന്ന് കണ്ടു. അന്ന് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ശരിക്കും ഈ കുട്ടികളും ദേ ആർ ഓൾസോ എക്സൈറ്റഡ് ടു സീ ദ മൂവി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലെ കാര്യങ്ങൾ. പിന്നെ ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ഒരു പ്രായമുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരെ എല്ലാവരും കൂടി ഇരുന്ന് കാണുന്ന സമയത്ത് ഞാനും ഹാഫ് വേ ചെന്നിട്ടാണ് കയറുന്നത്. ഇവർ നേരത്തെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം ചില ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കണ്ടോളേ എപ്പോൾ കയറി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ലോക്കാവും എന്ന് പറയുന്ന പോലെ തന്നെയുള്ളൊരു സിനിമയാണിത്. അപ്പോൾ അന്ന് ഇവരെ കൂടെ ഇരുന്ന് പിന്നെ അവരെല്ലാവരും കൂടി ഈ പടത്തിനെ കുറിച്ചിട്ട് പണ്ടത്തെ അവരുടെ എക്സ്പീരിയൻസസ്, അവർ തിയേറ്ററിൽ പോയി കണ്ടത് എങ്ങനെയായിരുന്നു എന്നൊക്കെ രീതിക്കുള്ള കുറേ ഡിസ്കഷൻ സംസാരങ്ങളുണ്ടായ സമയത്താണ് കൊള്ളാം, ഇത്രയും വലിയൊരു സാധനമായിരുന്നു. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇരുന്നിട്ട് ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഒരു ദിവസം അവിചാരിതമായിട്ട് ഞാൻ എത്തിയതാണ്. ഇവിടെ ബോൾഗാട്ടിയിൽ ഒരു പാർട്ടി നടക്കുമ്പോൾ. അപ്പോൾ അതിനകത്ത് ഒരു കക്ഷി എന്നെ ഇങ്ങനെ, അപ്പോൾ അതിനു ശേഷം ഞാൻ ഒരുപാട് സിനിമകൾ ചെയ്തു, ദേവദൂതൻ തുടങ്ങി ഒത്തിരി സിനിമകൾ ചെയ്തു. പുള്ളി എൻ്റെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ ഇങ്ങനെ നടന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക റൂമിലേക്ക്. ഈ പോകുന്ന വഴി മുഴുവൻ പുള്ളി പറയുന്നത് നിങ്ങളെന്തൊരു ഭാഗ്യവാനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനെ കുറിച്ചായിരിക്കുമല്ലോ പറയാം. വടക്കൻ വീര അത് എന്താണ് MT സാർ എഴുതി വെച്ചിരിക്കുന്നത്. പുള്ളി ഓരോ ഡയലോഗ്സ് എടുത്ത് പറയാം. അപ്പോൾ പുള്ളി അന്ന് പറഞ്ഞൊരു ഡയലോഗാണ്, ഈ ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും കൂടെ ചന്തുവിൻ്റെ അടുത്ത് ചെന്നിട്ട് ഫൈറ്റ് ചെയ്യും. അപ്പോൾ ആദ്യം ചന്തു പറയും മടങ്ങിപ്പോ എന്നൊക്കെ പറയും, പുതിയതായിട്ട് എന്താണ് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് പഠിക്കാനുള്ളത്, മടങ്ങിപ്പോ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളി നിർത്തി വാളും പരിചയം വെച്ചതിന് ശേഷം പറയും
ഇനി മടങ്ങി പോവാം എന്ന് പറയുമ്പോൾ പറയും ഈ പറയുന്ന വേറൊരു അടവുണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അടവ്, ഞങ്ങൾക്കായി മാത്രം മുത്തശ്ശൻ തന്ന അടവ് എന്ന് പറഞ്ഞിട്ട് ആരോമലുണ്ണി പറയും. അപ്പൊ ചന്തു പറയുന്നതാണ്, പന്തിച്ചുഴി കണ്ടപ്പോഴേക്ക് പരിചക്ക് വെട്ടിമാറിയത് തിരിച്ചറിയാനുള്ള പഠിപ്പ് പോലും തികഞ്ഞില്ലേ മക്കളെ നിങ്ങൾക്ക്. ഇത് അന്ന് അവൻ പറഞ്ഞു തന്ന ഡയലോഗാണ്. അപ്പോഴാണ് ഞാൻ ഇത് ശ്രദ്ധിച്ചിട്ടില്ല. അപ്പൊ എന്നിട്ട് പുള്ളി എന്നോട് ചോദിച്ചു, എന്താണ് പന്തിച്ചുഴി എന്നറിയോ? ഞാൻ പറഞ്ഞു ഇല്ല. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളും പരിചയം ഇങ്ങനെ പിടിക്കുമ്പോൾ ഈ ഗ്യാപ്പ്, ഇതാണ് പന്തിച്ചുഴി. അപ്പോൾ വാളും പരിചയം പിടിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ പ്രൊട്ടക്റ്റീവായിട്ടേ പിടിക്കാവൂ ഒരു യോദ്ധാവ് അല്ലെങ്കിൽ ഒരു ചേകവൻ വെട്ടാൻ നിൽക്കുമ്പോൾ. അപ്പോൾ ഇത് ഗ്യാപ്പ് വന്നാൽ ഓപ്പോസിറ്റുള്ള ആൾ ഇവിടെ വെട്ടും, ഇവിടെ വെട്ടി അപ്പോൾ തീരും. അപ്പോൾ ഈ ചുഴി കണ്ടപ്പോഴൊക്കെയും ഞാൻ പരിചക്ക് വെട്ടിമാറി, അതായത് വെറുതെ പരിചക്ക് തട്ടിയിട്ട് ഞാൻ അങ്ങ് വിട്ട് കളഞ്ഞു നിങ്ങളെ. അതുപോലും തിരിച്ചറിയാനുള്ള പഠിപ്പ് തികഞ്ഞില്ലേ. അത്ര രസകരമായിട്ടുള്ള, അത് എം ടി സാറിൻ്റെ റിസർച്ചാണ്. അപ്പോൾ ഇത് പഠിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ട് ഇപ്പോൾ, മനസ്സിലായോ? അപ്പോൾ ഞാനപ്പോൾ അതിന് മുമ്പും ഞാൻ നോട്ട് ചെയ്ത ഒരുപാട് ഡയലോഗ്സ് ഉണ്ട് ഈ സിനിമയിൽ. പക്ഷെ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഒരാൾ നമുക്ക് പറഞ്ഞു തരുമ്പോൾ, അത് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ഒരാൾ. അപ്പോൾ മുമ്പ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ ONV സാറ് കവിതകളാണ് എഴുതുന്നതെങ്കിൽ നമ്മുടെ സംഭാഷണം കവിത പോലെ എഴുതുന്ന ഒരാളാണ് എം ടി സാർ. അപ്പോൾ അദ്ദേഹത്തിന് മനോഹരമായ സംഭാഷണങ്ങൾ കൊണ്ട് ഇത്രയും റിസർച്ച് ചെയ്ത, ഒരുപക്ഷെ ഞാൻ അതിന് ശേഷമാണ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു തുടങ്ങിയത്. എം ടി സാറിൻ്റെ വടക്കൻ വീരാതയുടെ സ്ക്രിപ്റ്റ് അന്ന് ഇവൻ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഓരോ ഡയലോഗ് എടുത്തിട്ട് അതിനെ ക്രാക്ക് ചെയ്ത് തുടങ്ങിയത്. അത്ര ബ്രില്യൻ്റ് ആയിട്ട് എഴുതപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളൊക്കെ അതൊരു എന്താ പറയുക, അനുഗ്രഹമാണ്, അല്ലാതെ ഇതിന് വേറെ ഒന്നും വാക്കില്ല. ഇന്നിപ്പോൾ മമ്മൂക്കേനൊന്ന് അഭിനയിച്ച് കാണിക്കുകയാണെങ്കിൽ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന് എല്ലാവരും പറയുന്ന ഒരു ഡയലോഗാണ്. ഇതുപോലെ എം ടി സാറിൻ്റെ ഡയലോഗുകൾ മമ്മൂക്ക പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. സാർ ഒരു ഡയറക്ടറും കൂടെയാണ്. അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതി അത് ചിലപ്പോൾ വേറൊരാൾക്ക് അത്ര രീതി നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ എം ടി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അതായത് എം ടി സാറിൻ്റെ ഡയലോഗ്സ് ഏറ്റവും നന്നായിട്ട് സ്ക്രീനിൽ പ്രസൻറ്റ് ചെയ്ത് എം ടി സാറിന് കാണാൻ ആഗ്രഹം മമ്മൂക്കയിലൂടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എം ടി സാർ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് അത്. മമ്മൂക്കയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാൻ ആളല്ല, പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഏതൊരു സ്ലാങ് ആയാലും അല്ലെങ്കിൽ ഏതൊരു ഡയലോഗ്സ് ആയാലും അദ്ദേഹം അതിനെ ഫോം ചെയ്യുന്നത് ഭയങ്കര രസമല്ലേ. ഇപ്പോൾ തൃശ്ശൂർക്കാരനായ തൃശ്ശൂർക്കാരനാണ്, അത് നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കാൻ മമ്മൂക്ക കൊണ്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു പീരീഡായിട്ടുള്ള ഒരു സിനിമ, വടക്കൻ പാട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, വടക്കൻ പാട്ട് സിനിമകളെ ബേസ് ചെയ്ത് ഇറങ്ങിയ സിനിമയിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയാണ് വടക്കൻ വീരാതെന്ന് ഞാൻ പറയും. പേഴ്സണലി എനിക്ക് കണ്ട സിനിമകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് അത്. ഞാനതിൻ്റെ പാർട്ടായതുകൊണ്ട് പറയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ഘടകങ്ങൾ, ഞാൻ ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെന്നൈയിൽ ഒരു തവണ, ഞാൻ ആ സമയത്ത് വേറൊരു പ്രോഗ്രാമായിട്ട് പോയപ്പോൾ ഹരിയൻ സാർ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ സ്റ്റുഡിയോയിൽ പോയിരുന്നു. അന്ന് പ്രസാദ് സ്റ്റുഡിയോയിലാണെന്ന് എൻ്റെ ഓർമ്മ. അവിടെ അന്ന് ബോംബെ രവി സാർ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ പോലെയല്ല, ഇന്നിപ്പോൾ നമ്മൾ സ്കോർ ചെയ്യാന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ, ഐ മീൻ മ്യൂസിക് ഡയറക്ടർ കാണുന്നു, അദ്ദേഹം അത് സ്കോർ ചെയ്ത് പിന്നെ നമ്മൾ പോയി കേൾക്കുന്നു, അങ്ങനത്തെ ഒരു ഫോർമാറ്റാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് ഈ വലിയ സ്റ്റുഡിയോയിൽ ഞങ്ങൾ കൺസോളിലിരിക്കുന്നു. അപ്പോൾ ഒരു സൈഡിൽ വയലിൻ ഉണ്ട്, ഒരു സൈഡിൽ അങ്ങനെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെ 10-20 പേര് മ്യൂസിക് ഓരോ സെഗ്മെൻ്റായിട്ട് തിരിച്ച് ഇവർക്കൊക്കെ സെപ്പറേറ്റ് ക്യാബിനും കൊടുത്തിട്ട്. അപ്പോൾ അന്ന് ആ ഒരു സീൻ ആരോമൽ ചേകവർ വന്നിട്ട്, ആരോമൽ ഉണ്ണി വന്നിട്ട് തുറക്കുന്ന നിലവറ തുറക്കുന്ന അകത്തേക്ക് കയറി വരുന്നു. ആ മ്യൂസിക് കേട്ട സാർ ഇപ്പോഴും ഗൂസ് ബംസ് ഉണ്ട്. കാരണം അത് ഭയങ്കര ഫീലായിരുന്നു എനിക്ക് അന്ന് കേൾക്കുമ്പോൾ. അന്ന് ഞാൻ ഹരിയൻ സാറിൻ്റെ മടിയിലിരുന്നിട്ടാണ് ഞാനത് കാണുന്നത്. അപ്പോൾ അന്ന് അങ്ങനെ സ്കോർ ചെയ്ത്, അപ്പോൾ ഇത്രയും ലെജൻഡായിട്ടുള്ള ആളുകൾ, എം ടി സാറ്, ഹരിയൻ സാറ്, ബോംബെ രവി സാറ്, അവരുടെയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഇൻപുട്ട് വന്നൊരു സിനിമയാണ്. അപ്പോൾ സോ ഇറ്റ്സ് ഗ്രേറ്റ്. ഇപ്പം ഈ വടക്കൻ വീരഗാഥ സിനിമ റിലീസായതിനു ശേഷം മലയാള സിനിമയിൽ വന്ന ഒരുപാട് മാറ്റങ്ങളായിട്ട് ഞാൻ കണ്ടത്, ഇപ്പോൾ അതിനുശേഷമാണ് ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്നതിനപ്പുറമുള്ള കഥകൾ എഴുത്തുകാർ എഴുതി തുടങ്ങി. വലിയ സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നു. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു വടക്കൻ വീരഗാഥ റിലീസിന് ശേഷം മലയാള സിനിമയിൽ വന്നൊരു മാറ്റം എന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ഒരു സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഒരു മാറ്റം ഒരുപാട് സിനിമകളാണ് ഒരു സിനിമയിൽ മാറ്റം കൊണ്ടുവരുന്നത്. പിന്നെ മാറ്റം എന്ന് പറയുന്നത് സിനിമയിൽ മാത്രം സംഭവിക്കുന്നതല്ല, നമ്മുടെ ചുറ്റും, നമ്മുടെ സൊസൈറ്റിയിലും എല്ലാം സംഭവിക്കുന്ന മാറ്റത്തിന്റെ ഭാഗം സിനിമയിലും റിഫ്ലക്ട് ചെയ്യും. അല്ലാതെ സിനിമയ്ക്ക് ഒരു ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം ബഷീറിന്റെ മതിലുകളിൽ എന്നൊരു സിനിമയിൽ നാരായണി എന്നൊരു കഥാപാത്രമുണ്ട്. അപ്പം നമ്മൾ ശബ്ദം കൊണ്ട്, അതിനു മുമ്പ് ഞാൻ സിനിമ കാണുന്നതിന് മുൻപ് എൻ്റെ മനസ്സിലൊരു സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നൊരു ഇമാജിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സിനിമ കണ്ടതിന് ശേഷം നമുക്ക് KPC ലളിതാമ്മനെ അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ശബ്ദം കൊണ്ടാണെങ്കിൽ കൂടെ നമുക്ക് അതിൽ വേറൊരു കഥാപാത്രം ചിന്തിക്കാൻ പറ്റില്ല. ഈ സിനിമയാണെങ്കിൽ ചന്തു എന്ന കഥാപാത്രം വേറൊരാളെ കൊണ്ട് നമുക്കൊരു ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഒരാളുടെ ശബ്ദം കൊണ്ടാണെങ്കിൽ ഒരാൾ അഭിനയം കൊണ്ട്, അദ്ദേഹത്തിന്റെ അഭിനയം, അല്ലെങ്കിൽ ഇപ്പം അതിനുശേഷം ഒരുപാട് ചരിത്ര സിനിമകൾ റിലീസായിട്ടുണ്ട്. പക്ഷേ
എങ്കിലും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾ, അദ്ദേഹം തന്നെ അഭിനയിച്ച സിനിമകളാണെങ്കിലും നമുക്ക് ചന്തുവിനെ കമ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചെയ്ത കഥാപാത്രങ്ങൾ അല്ലാതെ നമുക്ക് ചിന്തിക്കാൻ കൂടി വയ്യ. എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഇദ്ദേഹം അല്ലാതെ മറ്റൊരാൾക്ക് ഈ കഥാപാത്രം ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് കുറച്ച് പാടായിരിക്കും. കാരണം ഞാനിപ്പം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദിസ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരാളുടെ കാര്യം മാത്രമല്ല, ഈ പടത്തിനെ കമ്പയർ ചെയ്യാൻ പറ്റാവുന്ന ഒരു പീരിയോഡിക് മൂവി വേറെ ഉണ്ടോ? അതായത് ഇൻ എവറി ആസ്പെക്ട്സ്, നോട്ട് പെർഫോമൻസ് അല്ല, ഇൻ സ്ക്രിപ്റ്റിംഗ് ഏരിയയിലാണെങ്കിലും ആർട്ടാണെങ്കിലും കോസ്റ്റ്യൂംസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ഒരു നമുക്ക് വേറെ പല പീരിയോഡിക് മൂവീസ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ വന്ന സമയങ്ങളിൽ നമുക്ക് എന്തെങ്കിലും ഇതെന്തെങ്ങനെ, കാരണം ഇതൊരു ബെഞ്ച് മാർക്കാണ്. ഈ ബെഞ്ച് മാർക്കിന് മേലോട്ടേക്ക് ഇതുവരെ വേറൊരു സാധനം വന്നിട്ടുണ്ടെന്ന് ഐ ഡോണ്ട് ബിലീവ്. പിന്നെ ഇപ്പോൾ ഇത്രയും ടെക്നോളജിയും കാര്യങ്ങളും ഉണ്ടായി കഴിഞ്ഞിട്ട് കുറേ അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടുണ്ടല്ലേ. പീരിയോഡിക് ഭയങ്കര മേജർ പീരിയോഡിക് മൂവീസ് ഒക്കെ ചെയ്യാനുള്ള അറ്റംപ്റ്റുകൾ ഉണ്ടായിട്ടും അത് അതിനകത്ത് എന്താണെന്നറിയോ, ഒരു ബ്ലെൻഡ് ഉണ്ടാവുക എന്ന് പറയും. ഒരു സിനിമ അത് സംഭവിക്കുമ്പോൾ അതിനകത്ത് ഒരു കളക്റ്റീവ്, ഒരു കൊളാബറേറ്റഡ് ആർട്ടാണല്ലോ. അതിനകത്ത് ഈ പറയുന്ന വ്യക്തികൾ എന്നുള്ളതിനപ്പുറത്ത് ഒരു എനർജിയും കൂടെ അവിടെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നസീർ സാർ അന്ന് പറഞ്ഞിട്ട് അന്ന് ഉദയക്ക് വേണ്ടിയിട്ട് തന്നെ ചെയ്യാനൊക്കെ ആയിരുന്നു, നടന്നില്ല. പിന്നെ PVG സാറാണ് ആക്ച്വലി ഇങ്ങനൊരു സിനിമ, ഒരു വടക്കൻ പാട്ടിനെ ബേസ് ചെയ്തൊരു സിനിമ ചെയ്യാമെന്ന് ഹരിഹരൻ സാറിൻ്റെ അപ്രോച്ച് ചെയ്യുമ്പോൾ ഹരിഹരൻ സാറാണ് MT സാറിൻ്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ അതോ MT സാറ് വിളിച്ചിട്ട് ഹരിഹരൻ സാറാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസ് വരുന്നു. കാരണം ഇത്രയും ബഡ്ജറ്റുള്ളൊരു സിനിമ ചെയ്യണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ആ സിനിമ അറിയുന്ന ഒരു പ്രൊഡ്യൂസറും കൂടെ പ്രൊഡക്ഷനും കൂടെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെ ഒരു പ്രൊഡക്ഷൻ വരുന്നു, അതിനകത്ത് ഇത്രയും ആളുകളുടെ മാസ്റ്റേഴ്സിൻ്റെ ഒരു കൊളാബറേഷൻ വരുന്നു. അത് എപ്പോഴെങ്കിലൊക്കെ സംഭവിക്കുള്ളൂ. അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് കറക്റ്റ് അതിനുള്ളൊരു എൻവയോൺമെൻറ്റ് സെറ്റ് ആവുമ്പോൾ വരുന്നതാണ് ഇങ്ങനെയുള്ള ക്ലാസിക്കുകൾ. അത് സംഭവിച്ചു. ഇതിനെക്കുറിച്ച് എന്താ മാമിന് പറയാനുള്ള ഒരു സിനിമ? എനിക്ക് ഞാൻ പറഞ്ഞത്, എന്നോട് ഇതിനു മുൻപ് ആരോ ചോദിച്ചു, വടക്കൻ വീരഗാഥയിലെ ചന്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തെ ചന്തു, ബാക്കി പല സ്ഥലത്തും പല വേർഷൻ ഓഫ് ചന്തു നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നതും ഞാൻ വിശ്വസിക്കുന്നതുമായ ഈ വേർഷൻ ഓഫ് ചന്തുവാണ്. ഇതുപോലെ മമ്മൂക്ക മാത്രമല്ല, മമ്മൂക്ക അല്ലാതെ വേറൊരാളെ നമുക്ക് ചന്തുവായിട്ട് ആലോചിക്കാൻ പറ്റില്ല. മാധവി അല്ലാതെ വേറൊരാളെ നമുക്ക് ഉണ്ണിയാർച്ചയായിട്ട് കാണാൻ പറ്റില്ല. ക്യാപ്റ്റൻ രാജു സാർ അല്ലാതെ വേറൊരാളെ അരിങ്ങോടരായിട്ട് നമുക്ക് ഇതിനകത്തുള്ള ക്യാരക്ടർ, നമുക്ക് ആ ആർട്ടിസ്റ്റിനെ അല്ല നമ്മൾ കാണുന്നത്, ആ ഒരു ക്യാരക്ടറിനെയാണ്. നമുക്ക് വേറൊരാളെയും നമുക്ക് അതിനകത്ത്, അരിങ്ങോടർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ക്യാപ്റ്റൻ രാജു സാറിൻ്റെ മുഖമേ നമുക്ക് വരുള്ളൂ. ഉണ്ണിയാർച്ച എന്ന് പറയുമ്പോൾ മാധവി അല്ലാതെ വേറൊരാളെയും നമുക്ക് അതിനകത്ത് പിക്ചറൈസ് എനിക്ക് പറ്റില്ല. ഞാൻ അതിനകത്ത് മറ്റേ അരിങ്ങോടര് ചന്തു വീണ്ടും അവിടെ കളരിയിൽ പഠിക്കാൻ ചെല്ലുമ്പോൾ അരിങ്ങോടര് വാളൊന്നും എടുക്കാതെ ഇങ്ങനെ നിന്നിട്ട് ഫൈറ്റ് ചെയ്യും. വെട്ടിക്കോന്ന് പറയും. എത്ര പ്രാവശ്യം ഞാനത് പ്രാക്ടീസ് ചെയ്ത് നോക്കി എന്ന് പറയാം. വെട്ടിക്കോ വാങ്ങി അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ കളരിയില് ഫൈറ്റ് സീനൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കളരി പഠിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ പറയുന്നത് ആ കുട്ടിക്കാലത്ത് അത് ഭയങ്കര മാസീവ് സീനായിരുന്നു. കാരണം അങ്ങനെ ചന്തുവിന്റെ അടുത്ത് വന്ന് നിന്നിട്ട് വാള് ഒരാളുടെ കൈ കൊടുത്തിട്ട് വാളൊന്നും പിടിക്കാതെ ഒരാളിങ്ങനെ നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി വെട്ടുന്നതിന് മുമ്പ് കയ്യിൽ ഇങ്ങനെ തട്ടി തട്ടി. പിന്നെ ഞാൻ കളരി പഠിക്കുമ്പോൾ ഞാൻ പഠിച്ചു. പക്ഷെ അന്ന് കുട്ടിക്കാലത്ത് ഇതേപോലെ മറ്റേ ചെറിയ വടി അനിയന്റെ കൈ കൊടുത്തിട്ട് വെട്ടിക്കോ അയ്യോ, അത് ഞാൻ പറഞ്ഞത് ആ സീനിന്റെ ഇമ്പാക്ട് പറഞ്ഞതാ. നിങ്ങളിപ്പോ കുറച്ച് എല്ലാവരും കൂടെ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു വൈബ് ഉണ്ടല്ലോ, കാരണം തമാശകൾ പറയാ. ഞങ്ങൾ ആക്ച്വലി നിങ്ങൾ കണ്ട ഞങ്ങളുടെ വൈബ് ഡൗൺ ആയിരുന്ന സമയത്ത് രാവിലെ ഞങ്ങളെ കാണണമായിരുന്നു വൈബ്. ഈ ഷൂട്ടിംഗ് സമയത്ത് കുറച്ച് കുട്ടിയല്ലോ, ഇതിനെക്കാട്ട് വൈബും ഈ പറഞ്ഞ എനർജി കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. ഹരിഹർ സാർ ഈ ഷൂട്ടിംഗ് സെറ്റിൽ കുറച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. ശരിക്കും സാറിന് വെള്ളം കുടിച്ചോ, നിങ്ങളാണോ വെള്ളം കുടിച്ചത്? പക്ഷെ ബേസിക്കലി എന്താ വെച്ച് കഴിഞ്ഞാൽ സാറിന് അറിയാം കുട്ടികളെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ഒരു ഫീല് സാറ് തന്നിട്ടേ ഇല്ല. കാരണം അതിപ്പോഴും എനിക്കറിയാം, നമ്മളൊരു കുട്ടീനെ നമ്മൾ അഭിനയിപ്പിക്കുമ്പോൾ അവരെ ഏറ്റവും കംഫർട്ട് സ്പേസിൽ നിർത്തിയാലേ നമ്മൾ ഉദ്ദേശിച്ച് കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജോമോൾക്കൊക്കെ എന്തൊക്കെ, കാരണം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണ് ജോമോൾ. എനിക്കത് വേണം അല്ലെങ്കിൽ ഇത് വേണം എന്ന് പറഞ്ഞാൽ അന്ന് അതല്ലേ ഞാൻ പറഞ്ഞു അന്നത്തെ കൃത്യമായിട്ട്. അതേപോലെ ഇപ്പം ഞാൻ എങ്ങനെയാണ്, ഇപ്പം ബിയോൺ എങ്ങനെയാണ്, അതുപോലെ ഓരോരുത്തരെയും റോഷൻ്റെ അടുത്ത്. അപ്പോൾ നമുക്ക് ഓരോ കറക്റ്റ് വേണ്ട ഇൻഫർമേഷൻസ് കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് തരികയും അത് എടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്കറിയില്ല സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളുടെ പെർഫോമൻസ് നമ്മളിപ്പോൾ എങ്ങനെയാണ് കാണുക എന്നല്ല, പക്ഷേ
അന്നത് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടത് സാറ് കൃത്യമായിട്ട് അത് മോൾഡ് ചെയ്യാൻ സാറിന് അറിയാം. അപ്പോൾ നമുക്കൊരിക്കലും അങ്ങനെ ഭയങ്കര സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. ചില സീനുകൾ കാണുമ്പോൾ മാമിന്റെ എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. തിരിഞ്ഞു ഒക്കെ ശരിക്കും അങ്ങനെ തന്നെയാ. എത്ര ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ആ മൂമെന്റ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ അത്രയും സ്ട്രിക്റ്റ് ആയിരുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങുന്ന ഒരു കുട്ടിയായിരുന്നു. അത് ഇന്ന് ഇപ്പം ഇവിടെ പറഞ്ഞപ്പോഴാണ് ആ ആദ്യം അടിയുണ്ടാക്കി വരുന്നൊക്കെ ഞങ്ങൾ ശരിക്കും ഫൈറ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫൈറ്റ് നിർത്തും. ഞാൻ ചന്തു അവിടെ കയറി വരുന്ന സമയത്ത് കാണുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ആരോഗ്യശേഖരും ഉണ്ണിയാർച്ചയും കൂടെ അടി കൂടിയിട്ട് വരുന്നത്. അതൊക്കെ ശരിക്കും അങ്ങനെ അടി തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് റീ റിലീസിന് വരുമ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ് ഒരുപാട് പേര് ഇപ്പൊ നമ്മുടെ കൂടെയില്ല, എങ്കിലും നമ്മൾ മിസ് ചെയ്യുന്നത് നമ്മുടെ എം ടി വാസുദേവൻ സാറിനാണ്. കാരണം അദ്ദേഹം നമ്മളെ വിട്ടുപോയിട്ട് കുറച്ച് മാസങ്ങളെല്ലാം ആയിട്ടുള്ളൂ. PVG ഞങ്ങളെ എല്ലാം ഒരുപാട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട ഒത്തിരി ആളുകൾ, രാജ് ചേട്ടനില്ല, ക്യാപ്റ്റൻ രാജ് ചേട്ടനില്ല, ബാലങ്കി നായർ സാറില്ല, അങ്ങനെ ഒരുപാട് മഹാരാജന്മാർ നമ്മുടെ കൂടെ ഇല്ല. അവരുടെ പ്രയും വിശ്വസൊക്കെ എന്തായാലും അതിനുണ്ടാവും. ഇപ്പം മമ്മൂക്കയുടെ ചെറുപ്പകാലമാണല്ലോ, ഇപ്പം എപ്പോഴെങ്കിലും സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ വർഷത്തിന് ശേഷം മമ്മൂക്ക വന്ന് പറഞ്ഞിട്ടുണ്ട്, എപ്പോഴെങ്കിലും വന്നിട്ട് അവനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അല്ല, മമ്മൂക്ക ഓരോ സമയത്തും, ഞാൻ അതിനുശേഷം CBI സേതുരാമയ്യർ CBI ഞാനൊരു CBI ഓഫീസറായിരുന്നു. അന്നാണ് മമ്മൂക്കയായിട്ട് കുറേയും കൂടെ ടൈം നമുക്ക് ഒരുമിച്ച്, അല്ലെങ്കിൽ പലപ്പോഴും കുട്ടിക്കാലമായിരിക്കും, കുട്ടിക്കാലമാകുമ്പോൾ നമ്മൾ മമ്മൂക്കയുടെ കൂടെ ഒരുമിച്ചുണ്ടാവുന്നില്ല. പക്ഷേ വടക്കൻ വീരാത കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല, ആ സ്റ്റേറ്റ് അവാർഡ് ഇവൻറ്റിൽ ഞാൻ മമ്മൂക്ക അത് കഴിഞ്ഞതിന് ശേഷം എന്നെ ചേർത്ത് പിടിച്ചൊരു വളരെ ഒരു നല്ലൊരു മൊമെന്റ് എനിക്ക് ഫോട്ടോ ആയിട്ട് ഇപ്പം എൻ്റെ കയ്യിലുണ്ട്. വിയോണെ നമ്മൾ കുറേ നാളിന് ശേഷമാണെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കണേ, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. പണ്ട് കാലത്ത് എല്ലാ നായകന്മാരുടെ ചെറുപ്പകാലം ചെയ്ത ഒരാൾ ഇപ്പം റെസ്റ്റോറൻറ്റുകാരായിട്ട് സജീവമായിട്ട് പോവാണ്, എങ്കിലും സിനിമയിലേക്ക് ഒരു നല്ലൊരു കഥാപാത്രത്തിൽ വരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി എപ്പോഴാണ് ഇത് കാണാൻ പറ്റുക? അല്ല, അങ്ങനെ ഒരു ശ്രമം ഇല്ലാണ്ടിരിക്കുന്നില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ വരുന്ന സബ്ജക്റ്റുകളോ കാര്യങ്ങളോ പലപ്പോഴും നമുക്കൊരു അറ്റ്ലീസ്റ്റ് സിനിമ 50-50 എങ്കിലും ആ 50% കോൺഫിഡൻസ് എങ്കിലും നമുക്ക് ഇല്ലാതെ ഇനി ഒരു സാധനം അറ്റംപ്റ്റ് ചെയ്യാൻ ഞാനില്ല. അപ്പോൾ അതുകൊണ്ട് പാരലി നമുക്കൊരു പ്രൊഡക്ഷൻ ഹൗസും ഉണ്ട് ചെറിയ, പക്ഷേ ഷോർട്ട് ഫിലിംസും മ്യൂസിക് വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫിലിമിൻ്റെ ഒരു ഐഡിയാസ് ഉണ്ട്. അപ്പം അഭിനയമാണോ പ്രൊഡക്ഷൻ ആയിരിക്കുമോ ആദ്യം എന്നുള്ളത് എനിക്കിപ്പം റൈറ്റ് നൗ എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഇക്കൊല്ലം ഒരു പടം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ അത് എങ്ങനെയാണ് എന്താണെന്നൊന്നും ഞാൻ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ചിത്രം പറഞ്ഞാൽ അങ്ങനെ ഒരു ലക്കുണ്ട്, രണ്ടുപേരും മമ്മൂക്കയുടെ ചെറുപ്പകാലം ചെയ്ത ആളുകളാണ്. അങ്ങനെ ഒരു ലക്കും കൂട്ടിയുണ്ട് രണ്ടുപേർക്ക്. അത് നിങ്ങൾ പറയാറുണ്ടോ? ഞാനും മമ്മൂക്കയുടെ ചെറുപ്പകാലം ചെയ്തിട്ടുണ്ട്. വേറെ എന്തൊക്കെ കാര്യം നീ മമ്മൂക്കയുടെ കുട്ടിയാണ്, ഞാനും മമ്മൂക്കയുടെ കുട്ടിയാണ്, നീ മാറുന്നേ. റേഫിൾ ക്ലബ് സക്സസ്ഫുള്ളി നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരു സമയത്ത് ഒരു ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു, എങ്കിലും നല്ല സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ തിരിച്ചു വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ ഒരുപാട് റീൽസ് വരുന്നു ആൻഡ് ഒരു സൂപ്പർ ഹീറോ എന്ന രീതിയിൽ, അതിന്റെ ഒരു സന്തോഷം എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും അത് അത്രയും നല്ലൊരു ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്, ആഷിഖുണ്ട്, ശ്യാമുണ്ട്, ദിലീഷ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ടീം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പോൾ അത് തിയേറ്ററിൽ ഇത്രയും സക്സസ്ഫുൾ ആയി പോയി. ഇപ്പോൾ OTT വരുമ്പോഴും അത് അത്രയും അക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക്. എവറി ഡേ അതുമായിട്ട് റിലേറ്റ് ചെയ്ത മെസ്സേജസ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കായിരുന്നു. റീസെന്റ് നമുക്ക് ഈ വരുന്ന പോലെ മാസായിട്ടുള്ള ഒരു പടം എന്നൊക്കെ തന്നെ പറയാൻ പറ്റാവുന്ന രീതിയിൽ നമുക്ക് പ്യുവർ എന്റർടൈനർ എന്നുള്ള രീതിക്ക് എല്ലാവരും നല്ലോണം പെർഫോമൻസ് ആയിട്ടുള്ള എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു പടം. ഇനി എപ്പോഴാ ഉണ്ണിയാർച്ച ചന്തുമായിട്ട് ഒരു സിനിമ ചെയ്തിട്ടുണ്ട്, എങ്കിലും നിങ്ങൾ ഇനി എപ്പോഴാ ഒരു പേരായിട്ട് ഇനി എപ്പോഴാ കാണാൻ പറ്റുക? അല്ലാതെ ഞങ്ങളല്ലല്ലോ, വേറെ ഇപ്പൊ ബിയോണ്ട് കാര്യം പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ക്യാരക്ടർ ആരെങ്കിലും എഴുതി നമുക്ക് ഏറ്റവും, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ റൈഫിൾ ക്ലബ്ബ് കൃത്യമായിട്ട് അവർ ക്യാരക്ടറിനെ അവർ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഞാൻ ഇന്നായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേപോലെ വരണം. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പം റീ റിലീസിന് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോക്ക് ഞാനുണ്ടാവും. ഒരുപാട് സന്തോഷമുണ്ട്, സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങളുടെ പുതിയ പുതിയ സിനിമകളാക്കി ഞാൻ കാത്തിരിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. ഇപ്പോഴും നിങ്ങളുടെ കഥാപാത്രങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്, അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. എപ്പോഴെങ്കിലുമൊക്കെയാണ് ഇങ്ങനെ ലൈഫിൽ ഒരു മൊമെൻറ്റ് കിട്ടുക, ഒരു ടൈം ഇതിനു വേണ്ടിയിട്ട് റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കാണുക, ഞങ്ങളെ അറിയിക്കുക. ഒരുപാട് സന്തോഷം. താങ്ക് യു.